ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഓഗസ്റ്റ് 15 ആണ്. എല്ലാവർക്കും ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ. ഞാനിപ്പോൾ നിൽക്കുന്നത് ലുലു ബോൾഗാട്ടി കൺവെൻഷൻ സെൻറ്ററിലാണ്. നിങ്ങൾക്ക് ബാക്കിൽ കാണാം ഞാൻ എന്തിനാണ് വന്നതെന്ന്. നമ്മുടെ താറിൻ്റെ 5 ഡോർ ലോഞ്ച് ആയിട്ടുണ്ട്, താർ റോക്സ് എന്ന് പറയുന്ന വണ്ടി. ഇതിൻ്റെ ഒരു റിവ്യൂ എടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിവിടെ കൊച്ചിയിലുള്ള ലുലു ബോൾഗാട്ടി കൺവെൻഷൻ സെൻറ്ററിൽ വന്നത്. ഇന്നലെ നൈറ്റായിരുന്നു ഇത് ലോഞ്ച് ആയത്. ഇന്നിപ്പം ഓഗസ്റ്റ് 15 ആണ്. നമുക്ക് ഈ വണ്ടി ഇന്ത്യക്ക് വേണ്ടി കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഈ വണ്ടിയുടെ കാഴ്ചകളിലോട്ടൊന്ന് പോവാം. ഗൈസ്, ഇതാണ് മഹീന്ദ്ര താർ റോക്സ് എന്ന് പറയുന്ന വണ്ടി. നമ്മളെല്ലാവരും കാത്തിരുന്ന മഹീന്ദ്രയുടെ 5 ഡോർ താർ. അതിൻ്റെ ഒരു റെഡ് കളറാണ്. ഇവിടെ ഇപ്പം ഡ്രൈവ് നടക്കുകയാണ്. നമുക്ക് വണ്ടിയുടെ ഒരു ഡീറ്റെയിലിങ്ങിലോട്ട് പോവാം. ഇതൊരു റെഡ് കളറാണ് വണ്ടി ഫുൾ LED ലൈറ്റിംഗ് ആണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ഇവിടെ ഹെഡ് ലാമ്പ്സ് ഉണ്ട്. ഇത് LED ആണ്. പുതിയൊരു 6 ഗ്രിൽസാണ് വന്നിരിക്കുന്നത്. ഇതൊരു സ്പ്ലിറ്റ് ഗ്രിൽസാണ്. താഴെ 6, മുകളിൽ 6, അപ്പോൾ മൊത്തം 12 ഒരു ഗ്രിൽസാണ് വന്നിരിക്കുന്നത്. പിന്നെ ഇതിൽ DRL ഉള്ളൊരു ഹെഡ് ലൈറ്റാണ്. പിന്നെ നമുക്ക് ഇൻഡിക്കേറ്ററിലെ LED ആണ്. ഫോഗ് ലാമ്പ്സ് LED ആണ്. അങ്ങനെ വണ്ടിയുടെ മൊത്തം ലൈറ്റിംഗ് ഫുൾ അവർ LED ആക്കിയിട്ടുണ്ട്. ബാക്കി നമുക്ക് സൈഡും ഇതൊക്കെ നോക്കുമ്പോൾ നമുക്ക് താറിൻ്റെ തന്നെ എക്സാക്റ്റ് ഒരു ലുക്കുണ്ട്. പിന്നെ ടയർ ഒരു മാസീവ് 19 ഇഞ്ച് ടയറാണ് വരുന്നത്. അതിൽ നല്ലൊരു മെഷീൻ കട്ട് അലോയ് വീൽസും കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കിതാ മിററിൻ്റെ അടിയിൽ 360 ഡിഗ്രി ക്യാമറ കാണാം. ഇതാണ് സൈഡ് പ്രൊഫൈല്. ഇവിടുന്ന് താഴോട്ട് കട്ട് ചെയ്താണ് ഇതിൻ്റെ 5 ഡോറിൻ്റെ ആ ഒരു ഡിസൈൻ വന്നിരിക്കുന്നത്. നമുക്ക് സെക്കൻഡ് ഡോർ ഹാൻഡിൽ വരുന്നത് ഇതിൻ്റെ അകത്താണ്. ഇവിടെയാണ് സെക്കൻഡ് ഡോർ ഹാൻഡിൽ വരുന്നത്. വണ്ടി ഇപ്പോൾ ലോക്ക്ഡാണ്. നമ്മൾ റിയറിലോട്ട് വരുമ്പം ഇവിടെ ഒരു C ഷേപ്ഡ് ടെയിൽ ലൈറ്റ് കാണാം നമുക്ക്. പിന്നെ നമ്മുടെ ടയർ അത് ബൂട്ടിലാണ് വെച്ചിരിക്കുന്നത്. ഇവിടെ നമുക്കൊരു ഈസ്റ്റർ എഗ്സ് കാണാം. ഒരു ക്യാമലിൻ്റെ ഒരു ഇത് കാണാം. പിന്നെ ഇവിടെ താറ് കയറി പോകുന്നതിൻ്റെ ഒരു ഇത് കാണാം. പിന്നെ ഇവിടെ ഒരു മാസീവ് ഫുഡ് സ്റ്റെപ്പ് കൊടുത്തിട്ടുണ്ട്. നല്ല സ്ട്രോങ് ആയിട്ടുള്ളൊരു ഫുഡ് സ്റ്റെപ്പാണ്. ഇതാണ് പുറമേ നിന്നുള്ളൊരു കാഴ്ചയിൽ താറ്. പിന്നെ ഇതിൽ അഡീഷണൽ ഫീച്ചറായിട്ട് എന്ത് വന്നിട്ടുണ്ടെന്ന് ചോദിച്ചാൽ 3 ഡോർ താറിനില്ലാത്തതിന് നമുക്കൊരു റിയർ ഡിസ്ക് ബ്രേക്സും വന്നിട്ടുണ്ട്. ഇതാണ് നമ്മുടെ പുതിയ താർ റോക്സ്. ഇതൊരു ഫാമിലി കാർ എന്ന് തന്നെ പറയാം. ഫാമിലി കാർ പ്ലസ് നമുക്ക് ഓഫ് റോഡിനൊക്കെ കൊണ്ടുപോകാൻ പറ്റിയൊരു വണ്ടിയാണെന്ന് പറയാം. ഇതിൻ്റെ ഒരു റിയർ ക്യാമറ ഞാൻ കാണിച്ചിട്ട് എവിടെ ഇരിക്കുന്നു. റിയർ ക്യാമറ ഇവിടെയാണ് ഇരിക്കുന്നത്. ഇത് കാറിൻ്റെ മറ്റൊരു കളറാണ്. ഇതൊരു സ്മോക്ക് ഗ്രേ ടൈപ്പ് ഓഫ് കളറാണ്. ഇത് പുതിയതായിട്ട് ലോഞ്ച് ചെയ്ത വണ്ടി ആയതുകൊണ്ട് തന്നെ നമുക്ക് എംബാർഗോ ഉണ്ട്. എനിക്കിതിനെപ്പറ്റി കൂടുതലായിട്ട് ഒരു കമൻറ്റ്സ് ഒന്നും പറയാൻ പറ്റത്തില്ല. എനിക്ക് ജസ്റ്റ് വണ്ടിയുടെ ഫീച്ചേഴ്സ് മാത്രമേ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റുള്ളൂ. അതിൻ്റെ ബ്ലാക്ക് കളർ. എൻ്റെ ഫേവറേറ്റ് ബ്ലാക്ക് ആണെന്ന് തന്നെ പറയും. ബ്ലാക്ക് കളർ ജസ്റ്റ് ലുക്ക് അമേസിങ്. ഇനി നമുക്കൊരു വൈറ്റ് കളറും കൂടെ ഉണ്ട്. ദിസ് ഈസ് ദ വൈറ്റ് കളർ. ഓട്ടോകാർ ഇന്ത്യയുടെ ടീമാണ് ഇപ്പോൾ ഷൂട്ട് ചെയ്യുന്നത് ഇവിടെ. ദിസ് ഈസ് ദ വൈറ്റ് കളർ. ഇതിൻ്റെ റൂഫ് വന്നിരിക്കുന്നത് മെറ്റലാണ്. ആ ബ്ലാക്ക് ഏരിയ ഫുൾ മെറ്റലാണ് വന്നിരിക്കുന്നത്. പിന്നെ ബൂട്ട് സ്പേസൊക്കെ അത്യാവശ്യം വലിയ ബൂട്ട് സ്പേസാണ് ഇപ്പോൾ വരുന്നത്. നമ്മുടെ ഇവൻറ്റ് നടന്ന ഈ ഒരു ഏരിയയിൽ വെച്ചിട്ടാണ്. ഇവിടെ ഒരു ഗ്രേ കളർ താറുണ്ട്. ഞാൻ ഇതിൻ്റെ അകത്തെ വ്യൂ നിങ്ങൾക്ക് കാണിച്ചു തരാം. വണ്ടി അത്യാവശ്യം നല്ല ഗ്രൗണ്ട് ക്ലിയറൻസ് ഉണ്ട്. പിന്നെ സൈഡ് ലുക്ക് വരുമ്പം കിട്ടില്ല ഒരു ലുക്കുണ്ട്.
പുതിയ താറിൻ്റെ ഇൻറ്റീരിയർ. നമുക്ക് സീറ്റിന് തുടങ്ങാം. സീറ്റ് ഒരു ബേജ് കളറാണ്, വെൻറ്റിലേറ്റഡ് സീറ്റ്സ് ആണ്, ഇലക്ട്രോണിക്കലി അഡ്ജസ്റ്റബിൾ സീറ്റ്സ് ആണ്. സോ ഇവിടെ അത്യാവശ്യം ലൈറ്റ് നല്ല കുറവാണ്. സോ വണ്ടിയുടെ അകത്ത് കയറുമ്പോൾ ഇതാണ് ആ ഒരു ലുക്ക്. സോ സ്റ്റിയറിംഗ് വീല് നമുക്ക് മഹീന്ദ്ര XUV-യിലെ സ്കോർപ്പിയോയിലും കാണുന്ന പോലെ തന്നെ ഒരു ബിഗ്ഗർ ടച്ച് സ്ക്രീൻ സിസ്റ്റം ഉണ്ട്. പിന്നെ ഇത് ഓട്ടോമാറ്റിക്കാണ്, ഓട്ടോമാറ്റിക് ഗിയറും പിന്നെ 4x4 ഇതും. നമുക്ക് ഇലക്ട്രോണിക് പാർക്ക് ബ്രേക്കാണ് വന്നിരിക്കുന്നത്. 2 കപ്പ് ഹോൾഡേഴ്സ് ഉണ്ട്. കീ നേരത്തെ വരുന്ന പോലത്തെ തന്നെ മഹീന്ദ്രയുടെ കീ. പിന്നെ ഇവിടെയൊക്കെ ഒരു ലെതർ ഫിനിഷ് ഉണ്ട്, സോഫ്റ്റ് ടച്ചാണ്. ലൈറ്റ്സ് എല്ലാം ഇൻറ്റീരിയർ ഉൾപ്പെടെ LED ആണ്. ഇലക്ട്രിക് IRVM ആണ് വരുന്നത്. AC വൺസൊക്കെ നമ്മൾ 3 ഡോർ താറിൽ കാണുന്ന ഒരു സെയിം ഡിസൈൻ, ബട്ട് ഒരു കാർബൺ ഫൈബർ ഫിനിഷ് ഉണ്ട്. പിന്നെ നമുക്ക് സ്ലൈഡബിൾ ഹാൻഡ് റെസ്റ്റാണ് ഉള്ളത്. ഇവിടെ തന്നെ അത്യാവശ്യം ഒരു സ്റ്റോറേജ് സ്പേസും ഉണ്ട്. ഒക്കെ പറയാനുള്ളത് മാസീവ് ഒരു പനോരമിക് സൺ റൂഫുണ്ട്. ഇത് ADASൻ്റെ സിസ്റ്റം ഇരിക്കുന്നതാണ്. ADAS സിസ്റ്റം ഉണ്ട് വണ്ടിക്ക്. താർ 3 ഡോറിൽ ഇല്ലാത്ത ഫീച്ചറായിരുന്നു ഈ ഒരു നമുക്ക് പിടിച്ച് കയറാനുള്ളൊരു ഹാൻഡിൽ. പിന്നെ സൈഡ് ഡോറിൻ്റെ സൈഡ് നോക്കുമ്പോൾ നമുക്ക് ഹാർമൻ കാർഡൻ സിസ്റ്റം ആണ് വന്നിരിക്കുന്നത്. സ്പീക്കേഴ്സ്. ഇനി ഇതൊരു ക്രോം ഫിനിഷ് കൊടുത്തിട്ടുണ്ട്. ഇതൊരു പിയാനോ ബ്ലാക്ക് ഫിനിഷാണ്. ബട്ടൺസ് എല്ലാം പവർ വിൻഡോയുടെ കൺട്രോൾസും എല്ലാം ഇപ്പം തന്നെ ഡോർ പോക്കറ്റിലാണ്. നമുക്കിനി ബാക്ക് സൈഡിലോട്ടൊന്ന് പോയി നോക്കാം. സോ ഇതാണ് ബാക്ക് സൈഡ്. നമുക്ക് 60-40 സ്പ്ലിറ്റ് സീറ്റാണ് വരുന്നത്. റിയർ AC വെൻറ്റ് ഉണ്ട്. ബാക്കിലെ സീറ്റ് റിക്ലൈൻ ചെയ്യാൻ പറ്റും. ഇതിപ്പോൾ റിക്ലൈൻ ചെയ്തിരിക്കുന്നതിന് 3 ഹെഡ് റെസ്റ്റ് ഉണ്ട്. ഇവിടെയും ഒരു ഹാൻഡ് റെസ്റ്റ് വരുന്നുണ്ട്. സോ ഇതാണ് നമ്മൾ ഇവിടുന്ന് നോക്കുമ്പോഴുള്ളൊരു ഫ്രണ്ട് പോർഷൻ്റെ വ്യൂ. പിന്നെ ഇവിടെയാണ്. സോ ഇതാണ് നമ്മുടെ റിയർ ഏരിയ. വണ്ടിയിൽ അത്യാവശ്യം നല്ല ലുക്കുണ്ടെന്ന് തന്നെ പറയാം. സോ ഗൈസ്, നമ്മുടെ താർ 5 ഡോർ അങ്ങനെ ഇപ്പം ലോഞ്ച് ആയിട്ടുണ്ട്. നിങ്ങൾ ഈ ബാക്കിൽ കാണുന്നതാണ്. സോ നിങ്ങൾക്ക് ഈ ഒരു വണ്ടി മേടിക്കണമെങ്കിൽ ഇതിൻ്റെ സ്റ്റാർട്ടിംഗ് പ്രൈസ് എത്രയെന്ന് പറഞ്ഞാൽ 12.99 lakhs ആണ്. ഇതിൻ്റെ ഒരു വേരിയൻറ്റ് മാത്രമേ ഇതുവരെ ലോഞ്ച് ആയിട്ടുള്ളൂ. 12.99 lakhs ആണ് പെട്രോൾ വേരിയൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഡീസൽ വേരിയൻറ്റ് 13.99 lakhs ആണ്. സോ ഇതിൻ്റെ കുറേ വേരിയൻറ്റ്സ് വരുന്നുണ്ട്. അതെല്ലാം ഉടൻ തന്നെ ലോഞ്ച് ആവുന്നതാണ്. സോ ഇതാണ് താർ 5 ഡോറിൻ്റെ നമ്മുടെ ലോഞ്ചിങ് പ്രൈസ് എന്ന് പറയുന്നത്. സോ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമെങ്കിൽ നിങ്ങൾ തീർച്ചയായും ഈ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതുപുത്തൻ കിട്ടില്ല വീഡിയോസുമായിട്ട് ഉടൻ വരുന്നതാണ്. സി യു, ബൈ.